യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം. ലോകത്ത് നീതിയും ധർമ്മവും കുറയുകയും അനീതി വളരുകയും ചെയ്യുന്ന കാലങ്ങളിൽ ഭഗവാൻ മനുഷ്യരൂപം ധരിച്ച് ലോകത്തിൽ എത്തുന്നു. ധർമ്മം നിലനിർത്താനായി, അധർമ്മം നശിപ്പിക്കാനായി. ചണ്ഡീഗഡിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്രക്കിടയിൽ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ എത്തണമെന്നൊരു തോന്നൽ. 10-13 വർഷം മുൻപാണ് ഇവിടേക്ക് ഇതിനു മുൻപ് വന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഇടമായി വിശ്വസിക്കുന്ന ഈ പ്രദേശം കുട്ടികളെ കാണിക്കുക എന്നതാണ് ലക്ഷ്യം. മഹാഭാരത യുദ്ധത്തിനിടയിൽ തളർന്നുപോയ അർജുനന് ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തിയ ഭൂമി. അനിശ്ചിതത്വത്തിന് നടുവിൽ ഒരു ദൈവശബ്ദം മുഴങ്ങിയ ഭൂമി. ഭാരതഭൂമിയുടെ ആത്മാവായി കണക്കാക്കപ്പെടുന്ന ശ്രീമദ് ഭഗവത്ഗീത ഇവിടെ ജനിച്ചു. ഭഗവത്ഗീതയ്ക്ക് ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിഭാജ്യമായ സ്ഥാനമുള്ളതുകൊണ്ട് വിശ്വാസികൾ ഇവിടം ഒരു പുണ്യഭൂമിയായി കണ്ടുവരുന്നു. ഈ കാണുന്ന വൃക്ഷം ഒരു സാധാരണ വൃക്ഷമല്ല. ഈ വൃക്ഷത്തിന് കീഴിലാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇത് ആൽമരമാണെന്നാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഈ വൃക്ഷം ലോഹവലയങ്ങളാൽ പരിരക്ഷിച്ച് പ്രദക്ഷിണപാതയും ലൈറ്റിങ്ങുമൊക്കെയായി സംരക്ഷിച്ചിട്ടുണ്ട്. വൃക്ഷത്തിന് സമീപത്ത് ഒരു ശിലാഫലകവുമുണ്ട്. ഇതായിരുന്നു കുരുക്ഷേത്രയിലേക്കുള്ള ഞങ്ങളുടെ ഒരു ആത്മാന്വേഷണ യാത്ര. ഇവിടെ ഓരോ കല്ലും ഓരോ കാഴ്ചയും മഹാഭാരത കാലം പറയുന്നു. ഇത് യുദ്ധത്തിൻ്റെയോ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ കഥ മാത്രമല്ല, മനുഷ്യന്റെ കർത്തവ്യബോധത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കൂടി കഥയാണ്.